BD സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PDP സമരമുഖത്തേക്ക് തിരിയുകയാണ്. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് കേരളം പിന്മാറുക, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെ നീക്കത്തെ ചേർക്കുക, സംഘപരിവാർ നോമിനികളെ പദവികളിൽ പ്രതിഷ്ഠിക്കുന്ന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് PDP സമരമുഖത്തേക്ക് എത്തുന്നത്. PDP നേതാക്കളുടെ വാർത്താ സമ്മേളനത്തിലേക്ക്. ഞാൻ മൈലക്കാട് ഷാ, PDP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കൂടെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സെക്രട്ടേറിയറ്റ് മെമ്പർ നരേറ ജബ്ബാർ, ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നഗരൂർ, ജില്ലാ സെക്രട്ടറി വർക്കല നിയാസ്, ട്രഷറർ ഭീമാ. PM-ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൂൺ 29 തിങ്കളാഴ്ച PDP സെക്രട്ടേറിയറ്റ് മുന്നിൽ ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത്. PM-ശ്രീ പദ്ധതിയിൽ നിന്നും കേരളം പിന്മാറുക, സർവശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെ നീക്കത്തെ ചേർക്കുക, സംഘപരിവാർ നോമിനികളെ പദവികളിൽ പ്രതിഷ്ഠിക്കുന്ന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായിട്ടാണ് സെക്രട്ടേറിയറ്റ് ധർണ. അതുപോലെ തന്നെ ഈ BJP സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള സർക്കാർ നീക്കം കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് അപകടകരമായ ഭീഷണി ഉയർത്തുന്നതാണ്. PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ജനങ്ങൾക്ക് വാക്കുകൊടുത്ത് അധികാരത്തിലെത്തിയ UDF സർക്കാരിൻ്റെ തിടുക്കത്തിലുള്ള നിലപാട് മാറ്റം ജനങ്ങളോടുള്ള വഞ്ചനയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സംഘപരിവാരം ഉണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ പ്രത്യുപകാരമാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത് സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി സമാന്തര ഭരണം നടത്താനാണ് ഗവർണർ ശ്രമിക്കുന്നത്. സർവകലാശാലകളെ യഥേഷ്ടം നിയന്ത്രിക്കുന്ന ഗവർണറുടെ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റകരമായ മൗനം പാലിക്കുകയാണ്. ഇത് അനുവദിച്ചു കൊടുത്താൽ സംസ്ഥാനത്തിൻ്റെ ജനാധിപത്യ അവകാശത്തിന്മേൽ കേന്ദ്ര സർക്കാർ ഗവർണറെ ഉപയോഗിച്ച് പിടിമുറുക്കും. വൈസ് ചാൻസലറുടെ നിയമനം, സെനറ്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അധ്യാപക നിയമനത്തിലുള്ള സംഘപരിവാർ നോമിനികളെ പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരും സുപ്രധാന പദവികളിലേക്ക് സംഘപരിവാർ സഹയാത്രികരെ നിയമിച്ച് കാവ്യവൽക്കരണത്തിന് ഒത്താശ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സംഘപരിവാരം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് സഖ്യം പരസ്യമാക്കപ്പെടുന്ന നിലയിലാണ് സർവ്വ മേഖലകളിലും RSS പിടിമുറുക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മന്ത്രിസഭാ സമിതി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെക്കാൾ മതനിരപേക്ഷതയ്ക്ക് മുൻഗണന നൽകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് PDP സംസ്ഥാന കമ്മിറ്റി. അതുമായി ബന്ധപ്പെട്ട് 29-ാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നടത്തപ്പെടുന്ന ധർണയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് അവരുടെ നേതാക്കൾ ആ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഉണ്ടല്ലോ, സ്ത്രീകളുടെ പങ്കോട്ടല്ലോ ഇതിനകത്ത്. മാത്രമല്ല മുസ്ലിം ലീഗ് പറയുന്നൊന്നും നടപ്പിലാക്കുന്നൊന്നുമില്ല. UDF അധികാരത്തിൽ വന്നാൽ ഈ PM-ശ്രീ പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയും എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്താണല്ലോ അവർ അധികാരത്തിൽ വരുന്നത്. പക്ഷേ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ PM-ശ്രീ ഉൾപ്പെടെയുള്ള RSS മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാർ ഫാസിസം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പദ്ധതികളും നടപ്പിൽ വരുത്താനും അവരുടെ നോമിനികളെ ഗവൺമെൻറ്റിൽ തിരികെ കൂട്ടാനുമാണ് VD ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് PDP-യുടെ ഈ ധർണ. ന്യൂനത PM-ശ്രീയുടെ പ്രധാന ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാർ അജണ്ട
പാഠ്യപദ്ധതിയുടെ ഭാഗമായി കേരളത്തിലൂടെ നടപ്പിലാക്കുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് ഈ PMC കൊണ്ട് തുടക്കം കുറിക്കുന്നത്. ഫണ്ടിൻ്റെ അല്ല വിഷയം. ഫണ്ട് സ്വാഭാവികമായും GST പിരിച്ചെടുക്കുന്നത് സർക്കാരിന് വിഹിതം നൽകേണ്ട ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുള്ളതാണ്. അതിന് വേണമെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. ആ കോടതിയെ സമീപിച്ച് ആ ഫണ്ട് കൊണ്ടുവരുന്നതിന് പകരം ഫാസിസ്റ്റ് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ആ അജണ്ട കേരളത്തിൽ നടപ്പാക്കാനുള്ള ശ്രമം നടത്തുക എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഈ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന, ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന കേരളീയ സമൂഹത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ദളിത് മതന്യൂനപക്ഷ ഐക്യങ്ങൾ, മൂല്യങ്ങൾ ഇനിയും കേരളത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്കിതിനെ കണ്ടുകൊണ്ട് ചെറുക്കാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.